റെലോസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് കരാറാണ്. ഇത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ്. ഇതിന്റെ പ്രത്യേകത രണ്ട് രാജ്യങ്ങൾക്കിടയിൽ റഷ്യയ്ക്കും ഇന്ത്യയ്ക്കുമിടയിൽ സൈനിക പിന്തുണ ശക്തിപ്പെടുത്തുന്ന കരാറാണ്. യുദ്ധക്കപ്പലുകൾക്ക് വ്യോമാതിർത്തിയും തുറമുഖ പ്രവേശനവും പരസ്പരം ഉപയോഗിക്കാൻ ഈ കരാർ അനുവദിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ മറവിൽ ട്രംപ് ഭരണകൂടം പാകിസ്ഥാനോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്, കൂടുതൽ ചായ്വ് പ്രകടിപ്പിക്കുകയാണ്. അതിനിടെ റഷ്യയിലെ കരനാവിക വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യക്കും അതുപോലെ തിരിച്ച് റഷ്യയ്ക്കും ഉപയോഗിക്കാൻ കഴിയുന്ന റെലോസ് കരാർ പ്രാബല്യത്തിൽ വരികയാണ്. 5 യുദ്ധക്കപ്പലുകൾ, 3000 സൈനികർ, 10 യുദ്ധവിമാനങ്ങൾ എന്നിവ പരസ്പരം ഇന്ത്യക്കും റഷ്യയ്ക്കും വിന്യസിക്കാൻ സാധിക്കും. റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് കരാർ ഇത് ഇരു സൈന്യങ്ങൾക്കും പരസ്പരം താവളങ്ങൾ, തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ എന്നിവയിലേക്ക് പ്രവേശിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ഘടനാപരമായ ഭരണചട്ടക്കൂട് സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇത് അനുവദിക്കുന്ന ക്രമീകരണങ്ങൾ എളുപ്പത്തിൽ ഇന്ധനം നിറയ്ക്കൽ, മെയിൻ്റനൻസ് പിന്തുണ, യുദ്ധക്കപ്പലുകളുടെ ബോട്ടിംഗ്, വ്യോമയാന സൗകര്യങ്ങളുടെ ഉപയോഗം, ആവർത്തിച്ചുള്ള പേപ്പർ വർക്കുകൾക്ക് പകരം ചിലവുകൾ പരിഹരിക്കൽ. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അനുസരിച്ച് അത്തരം കരാറുകൾ വളരെയധികം സമയം ലാഭിക്കും, സൈനിക സഹായത്തിനുള്ള നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കും. എന്തുകൊണ്ടാണ് റെലോസ് പ്രധാനമാകുന്നത്? കരാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് ഇന്ത്യൻ നാവികസേനയാണെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. സംയുക്ത ദൗത്യങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങളിലോ ഇന്ത്യയുടെ പ്രവർത്തന വഴിത്തിരിവ് എത്തിച്ചേരൽ, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ റഷ്യൻ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നു. മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിന്റെ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ആർട്ടിക് സമുദ്രത്തിലെ റഷ്യൻ നാവിക തുറമുഖങ്ങളിലേക്ക് റെലോസ് ഇന്ത്യക്ക് പ്രവേശനം നൽകുമെന്നും ഇത് ധ്രുവജലത്തിൽ നാവികസേനയുടെ പ്രവർത്തന പരിചയം വർദ്ധിപ്പിക്കും എന്നുമാണ്. ഇന്ത്യയുടെ സൈന്യത്തിൽ റഷ്യൻ വംശജരായ പ്ലാറ്റ്ഫോമുകളുടെ ഉയർന്ന ശതമാനം നോക്കുമ്പോൾ ഭാവിയിലെ ഏത് ശത്രുതാപരമായ സാഹചര്യത്തിലും കരാർ സംയുക്ത പ്രവർത്തന സന്നദ്ധതയെ ശക്തിപ്പെടുത്തുന്നു. യുദ്ധവിമാനങ്ങൾ മുതൽ അന്തർവാഹിനികൾ വരെയുള്ള റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ വളരെ കാലമായി ആശ്രയിച്ചിരുന്നു. റഷ്യയ്ക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. പരസ്പര ക്രമീകരണത്തിന്റെ കീഴിൽ റഷ്യൻ നാവിക കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇവയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇന്ത്യൻ തുറമുഖങ്ങൾ, ഇന്ത്യൻ നാവിക താവളങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്നതിനും ലോജിസ്റ്റിക്സിനുമുള്ള വ്യോമത്താവളങ്ങൾ, അഭ്യാസങ്ങൾ, മാനുഷിക സഹായം, ദുരന്ത നിവാരണ ദൗത്യങ്ങൾ എന്നിവയ്ക്കിടെ പരസ്പരം പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യക്ക് ഇതിനകം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ എന്നിവയുമായിട്ടാണ് സമാന ക്രമീകരണങ്ങൾ ഉള്ളത്. യുദ്ധ സാഹചര്യങ്ങളിലും സമാധാന കാലത്തും സഹകരണം ഉറപ്പുവരുത്തുന്ന റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് അഗ്രിമെന്റ് അതായത് റെലോസ് 2025 ഫെബ്രുവരി 18 മോസ്കോയിൽ വെച്ചാണ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചത്. മിലിറ്ററി ലോജിസ്റ്റിക്സ് മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനാണ് കരാർ ലക്ഷ്യമിടുന്നത്. യുഎസുമായി ഇന്ത്യക്ക് കരാർ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ധനം നിറയ്ക്കൽ, ലോജിസ്റ്റിക്സ് സപ്പോർട്ട് തുടങ്ങിയവ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സേനാ വിഭാഗങ്ങളെ റഷ്യൻ സേനാ താവളങ്ങളിൽ വിന്യസിക്കാൻ സാധിക്കും എന്നതാണ് കരാറിനെ വ്യത്യസ്തമാക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലടക്കം യുഎസ് കടുത്ത എതിർപ്പുയർത്തുമ്പോഴും റഷ്യയുമായുള്ള സൗഹൃദം കൈവിടില്ല എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.